ഞാൻ ഈ അടുത്ത് പള്ളിയിൽ പോയി. എൻ്റെ വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പത്തനാടുത്ത് എൻ്റെ വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയപ്പോ ബാക്ക് സൈഡിലെ ഗേറ്റ് അടച്ചിട്ടിരിക്കണം. ഫ്രണ്ടിൽ കൂടെ കയറി പോണേ. ഫ്രണ്ടിൽ കൂടെ കയറി പോകുന്ന സമയത്ത് ഒരു ഉമ്മ ബാഗും പിടിച്ച് പള്ളിയുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഒരു ഉമ്മ ബാഗും പിടിച്ച് പള്ളിയുടെ മുന്നിൽ നിൽക്കണ്. ചെറുപ്പക്കാരിയാ. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മോൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ട് കാണുന്നില്ല, കുറച്ചു നേരമായി. എനിക്ക് അശുദ്ധിയാ, പള്ളിക്കകത്തൂടെ കയറി പോകാൻ പറ്റൂല, ഒന്ന് ഉസ്താദ് വിളിച്ചോണ്ട് വരൂ. ആ പെണ്ണ് വിചാരിച്ചു ഞാൻ പള്ളിയിലെ ഉസ്താദാണ്. അല്ലാഹുവേ, ഞാനിങ്ങനെ ഖബർ സിയാറത്ത് പള്ളിക്കാട്ടി പോയപ്പോ കാണുന്നില്ല. പള്ളിക്കാട്ടി പോയി നോക്കി കാണുന്നില്ല. ഒരു ചെറിയ മുത്താലിമായ പയ്യൻ അങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. എങ്ങനെ പോയി നോക്കുമ്പോ മീസാൻ കല്ല് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ചെറിയ മോൻ, 10-11 വയസ്സുണ്ട്. 10-11 വയസ്സുണ്ട് ഒരു മോൻ ഇങ്ങനെ മീസാൻ കല്ല് കെട്ടിപ്പിടിച്ചിട്ട്, അവനെക്കാലും നീളണ്ട കല്ലിന്. ആ കല്ലിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടിരുന്ന് കരയാ. അല്ലാഹു, ഞാൻ ഇങ്ങനെ പോയിട്ട് പൊക്കിയെടുത്തവനെ, വലിയ കഷ്ടപ്പെട്ട് പൊക്കിയെടുക്കാൻ. എന്നെ പൊക്കിയെടുത്തപ്പോ പറയാ, എൻ്റെ ഉപ്പ എൻ്റെ ഖബറാവസ്ഥ, അത് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. മോൻ ലീവ് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് തിരിച്ചു പോവാ. ഖുർആൻ പഠിക്കുന്ന മോന വീട്ടിൽ വന്നിട്ട് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ വാപ്പയോട് യാത്ര പറയാ. അപ്പാടെ ഖബറിന്റെ ചാരത്ത് മീസാൻ കല്ലി കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ് ദുആ ചെയ്ത് എഴുന്നേക്കുമ്പോ എന്നോട് പറയണം, ഉസ്താദെ, ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യും. ഞാൻ എൻ്റെ ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയതാ. ആ 11 വയസ്സുകാരൻ എന്നോട് പറയണം, എൻ്റെ ഉപ്പാന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാൻ. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ, നിങ്ങളുടെ ഉപ്പയും ഉമ്മയൊക്കെ മരിച്ചവരുണ്ടല്ലോ, ഒരു യാസീൻ ഓതാൻ അറിയാവോ നിനക്ക്? കുറ്റപ്പെടുത്തല്ല. ഈ വയല് കഴിഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റ് രാത്രി പള്ളിക്കാട്ടി പോയി നിന്ന് നിന്റെ വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് തെറ്റാതെ ഒരു യാസീൻ ഓതാൻ അറിയണ എത്ര മക്കളുണ്ട്? സ്വന്തം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഖബറിന്റെ ചാരത്ത് പോയി ഒരു യാസീൻ ഓതാൻ അറിയണ എത്ര മക്കളുണ്ട് സഹോദരങ്ങൾ. അല്ലാഹു അലം. ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാം മക്കളെ. ഇന്ന് രാത്രി എൻ്റെ മോൻ എന്ന് പറയണ ഉപ്പമാർ ഒരുപാടുണ്ടല്ലോ. വീട്ടിൽ ചെന്നിട്ട് നീ നിന്റെ മോനോട് ചോദിക്കടാ, ഞാൻ ഇന്ന് രാത്രി മരിച്ചാ നാളെ ജുമയ്ക്ക് മുമ്പ് വീടിന്റെ പുറകിൽ ഒരു ടാർപ്പ് വലിച്ചു കെട്ടിയിട്ട് എന്നെ കട്ടിലി എടുത്ത് കടത്തുമല്ലോ കുളിപ്പിക്കാൻ. എടാ, നീ കുളിപ്പിക്കോ? സ്വന്തം ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എത്ര മക്കളുണ്ട്? അല്ലാഹു അലം. എന്തിനാ ഉപ്പ നീ കഷ്ടപ്പെട്ട് വളർത്തിയ? നീ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നിനക്കെന്താ നേട്ടം? നിന്നെ അവസാനമായിട്ടൊന്ന് കുളിപ്പിക്കാൻ പള്ളി കൊണ്ടുവെക്കുമ്പോ ഇമാമ് കയറി നിന്നിട്ട് ചോദിക്കുക, ആരെങ്കിലും ഉണ്ടോ നിസ്കരിക്കാൻ? മാമ ചോദിക്കും, മാമത്തിക്ക മക്കളൊക്കെ തലകുനി ചെന്നിട്ട് പറയും, നിങ്ങൾ ഇന്നോളെ ഓൻ അറിയില്ല 4 തക്ബീർ പറഞ്ഞിട്ട് അതിനിടെ പറയേണ്ടത് എന്താണ്? അല്ലാഹു അലം. എന്താ നേട്ടവ സഹോദരങ്ങൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ മോനെ പോലെ പറയണം. സ്വന്തം മോൻ പറയാണ്ട് കരുത്. നാട്ടുകാരൻ പറയുന്നവനെ വല്ലവന്റെ മകനല്ല, നിന്റെ മോനായിട്ട് ഞാൻ ചോദിക്കാം. ഈ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു 11 വയസ്സുകാരൻ വാപ്പയുടെ മീസാൻ കല്ലി കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയണു, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യ് ഉസ്താദ്. 11 വയസ്സല്ലേ വാപ്പ ഉള്ളൂ, നിനക്ക് 50-60 ആയല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതിയാൽ അറദിൽ ഉംറനെ തൊട്ട് അല്ലാഹു കാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 അല്ലാഹു ആ മനുഷ്യന് നല്ല മരണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്തില്ലേ, നിനക്ക് അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 നിന്റെ ജനാസ കണ്ടിട്ട് ഇറങ്ങി പോന്നവൻ പറയും, മരിച്ച ഇവനെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 പാപ്പ ഒരൊറ്റ സൂറത്ത്, ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരൊറ്റ സൂറത്ത് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം നിന്റെ മയ്യത്ത് മക്കൾ ആരെന്നറിയാം? ഇവിടുത്തെ പള്ളിയിലേക്ക് മയ്യത്ത് കെട്ടിൽ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ച് അല്ലാഹുവേ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്നെ കുളിപ്പിച്ചെടുത്ത് പൊതച്ചു വെച്ചിട്ട് എല്ലാരും നിന്റെ വീട്ടിൽ കരയണ സമയത്ത് മയ്യത്ത് കെട്ടിൽ എടുത്തു വെക്കൂലേ? വീട്ടിലേറ്റവും കൂടുതൽ മരിച്ച വീട്ടിലേറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന ശബ്ദം എന്നറിയോ? അല്ലാഹുവേ മയ്യത്തെടുക്കുന്ന സമയ എല്ലാരും ഇങ്ങനെ വാ പൊട്ടി നെഞ്ചു പൊട്ടിയിട്ട് കരയാ, എന്റെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ, എനിക്ക് ആരും ഇല്ലേ. പെണ്ണ് കരയണ എങ്ങനാ? ഭാര്യ കരയണത് എപ്പോഴും നിങ്ങൾ ചിന്തിക്ക്. ഭാര്യ കരയണ എങ്ങനെയെന്നറിയോ? ഭർത്താവിന്റെ മയ്യത്തെടുക്കുമ്പോ ഭാര്യ കരയണത് എനിക്കിനി ആരെന്നാ, അല്ലാതെ അയാൾക്ക് അങ്ങനെ തിരിച്ചല്ലേ ചോദിക്കണ്ടേ. ഇവക്ക് ഉള്ള വാപ്പയും ഉമ്മയും മക്കളും കൂടെ പുറപ്പല്ലാണ്ട് പള്ളിക്കാട്ടി പോണ ആ മനുഷ്യൻ ആരുണ്ട്? ആരുമില്ല. അതിനെ കുറിച്ചില്ല. എനിക്കിനി ആരുണ്ട്? എന്നെ വിട്ടിട്ട് പോയല്ലേക്ക, എന്റെ മക്കൾക്ക് ആരുണ്ട്? അല്ലാഹു അലം.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യ, നിനക്ക് അള്ളാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം നിന്റെ ജനാസ മലക്ക് ചുമക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 പേര് മയ്യത്ത് കട്ടിൽ തോളിലെടുത്ത് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുവരുമല്ലോ. ആപ്പാ മയ്യത്ത് കട്ടിലിന്റെ മുമ്പിൽ 2 മലക്കൾ ഇങ്ങനെ നിൽക്കണം. മയ്യത്ത് കട്ടിലിന്റെ മുന്നിൽ അല്ലാഹുവേ 6 മലക്കുകൾ നിന്റെ ജനാസ തോളിലെടുത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരണം. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. അല്ലാഹുവേ, ഈ നാട്ടിൽ ഖബർ പിടിക്കുന്ന മനുഷ്യനുണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയാലോ. ഇവിടെ ഖബർ പിടിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ചിലപ്പോൾ ഈ വയലിന്റെ സദസ്സിലുണ്ട്, ഒന്ന് ചോദിക്കുപ്പ. ഈ വയലിന്റെ സദസ്സിലുണ്ടാകുമല്ലോ, ചോദിക്ക്. ആരെയെങ്കിലും ഖബറടക്കാൻ കുഴി വെട്ടിയപ്പോ മണ്ണിന് വല്ല സുഗന്ധം ഉണ്ടായിരുന്നു? അറിയില്ലെങ്കിൽ, വയലിന് വന്നിട്ടില്ലെങ്കിൽ നാളെ വീട്ടിൽ പോകും. ഈ നാട്ടിൽ ഖബർ കുഴിക്കുന്ന മനുഷ്യനെ നിനക്കറിയാമെങ്കിൽ നാളെ രാവിലെ സുബഹ് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസമല്ലേ, ആ മനുഷ്യന്റെ വീട്ടിൽ പോയിട്ട് കൈ പിടിച്ചിട്ട് ചോദിക്ക്, ആരെയെങ്കിലും ഖബറടക്കാൻ വേണ്ടി കുഴി വെട്ടിയപ്പോ മണ്ണിന് സുഗന്ധം ഉണ്ടായിരുന്നു? അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം, അവനെ ഖബറടക്കാൻ വേണ്ടി മണ്ണ് കുഴിയെടുക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 34ാമത്തെ വയസ്സിൽ വഫാത്തായി. 4 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അള്ളാഹുവിന്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോയി. എല്ലാരും കരഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. ജനാസ കൊണ്ടുപോകുമ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ, മയ്യത്തിന് ഭാരമില്ലല്ലോ നബിയെ? അള്ളാന്റെ റസൂല് പറഞ്ഞു, മലക്കുകളാ സഹാബ മയ്യത്ത് ചുമക്കണേ. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഖബർ കുഴിച്ച മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധം. അടിയിലോട്ട് പോകും തോറും സുഗന്ധം കൂടിക്കൊണ്ടിരുന്നു. ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചിട്ട് വീട്ടിൽ പോയി നോക്കിയപ്പോ കസ്തൂരി ആയിരിക്കാം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു രാത്രി ഖബർ കുഴിച്ച മനുഷ്യൻ സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ, എങ്ങനെ കിട്ടിയടാ ഈ പ്രതിഫലം? എങ്ങനെ കിട്ടി സഅദേ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയമുള്ള വാപ്പമാരോട്, ഉപ്പ, നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ ഉപ്പ നിന്നെയും പഠിപ്പിച്ചില്ല, പക്ഷെ നിന്റെ മക്കളെങ്കിലും നീ പഠിപ്പിക്കും. മക്കളെയെങ്കിലും, കൊച്ചുമക്കളെയെങ്കിലും ഒരു ഹാഫിദ് വേണ്ട നിന്റെ വീട്ടിൽ. നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഇതുപോലെ മുത്തഅല്ലിമീങ്ങൾ, എനിക്കറിയാം, ഇതുപോലെ എത്രയോ കുട്ടികൾ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ, ചെറിയ വിദ്യാർത്ഥികൾ. എന്ത് പ്രതിഫലമെന്നറിയോ? ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പയ്യന്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണമെന്ന് മഹാന്മാര് പറയുന്നു. ഹാഫിദിന്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണം. അള്ളാഹുവേ, അവനെ കബറടക്കിയിട്ട് 1000 കൊല്ലം കഴിഞ്ഞ് കുഴി വെട്ടി നോക്കിയാലും അതുപോലെ തന്നെ കിടക്കും. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാളെങ്കിലും വേണം നമുക്ക്. എൻ്റെ പ്രിയമുള്ളവരെ കൊണ്ട് വെള്ളിയാഴ്ച രാവ ഞാൻ നിർത്തുകയാ. വെള്ളിയാഴ്ച രാവ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? നീ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ 2 മലക്കുകൾ, നിങ്ങൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ മരിച്ച വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ ചാരത്തൊരു മലക്ക് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കും, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞത് മുതൽ നാളെ ഉച്ചവരെ നീ ചെയ്ത എല്ലാ നല്ല കാര്യവും ഖബറിൽ കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ പോയിട്ട് മലക്കുകൾ പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുമ്പോൾ നിന്റെ ഉപ്പ ഖബറിൽ കിടന്ന് ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് പറയും, അല്ലാ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് വെറുതെ ആയില്ലല്ലോ പടച്ചവനെ. ഖബറിൽ കിടന്നിട്ട് വാപ്പയും ഉമ്മയും പറഞ്ഞ് സന്തോഷിക്കും, നിനക്ക് വേണ്ടി ദുആ ചെയ്യും. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ നീ ചെയ്ത പാവം, കള്ളു കുടിച്ചത്, പെണ്ണ് പിടിച്ചത്, ഫോൺ വിളിച്ചത്, സിനിമ കണ്ടത്, സീരിയൽ ഇത് കണ്ടത്, ഇതെല്ലാം നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ പറഞ്ഞു കൊടുക്കുമ്പോ ആ പാവങ്ങള് ഖബറിൽ കിടന്ന് നെഞ്ചുപൊട്ടി കരയും. അല്ലാഹുവേ, ഇങ്ങനെ ഒരുത്തി എന്റെ വയറ്റിൽ പിറന്നു പോയല്ലോ അല്ലാ, ഇങ്ങനെ ഒരുത്തരെയാണല്ലോ അല്ലാ ഞാൻ പോറ്റി വളർത്തിയത്. അല്ലാഹുവേ, പടച്ചവനെ, അവൻ മുടിഞ്ഞു പോണേ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കള് ഖബറിൽ കടന്ന് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില മക്കളുണ്ട്, ജീവിച്ചിരുന്ന കാലത്തും സമാധാനം കൊടുക്കൂല, മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ.
അള്ളാഹുവെ, നാളെ ഉച്ചയ്ക്ക് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിന്റെ മുന്നിൽ പോയി മലക്കുകൾ അള്ളാഹുവെ അവരെ ചിരിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ചിരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും നാളെ ഖബറിൽ കടന്ന് ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ, ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. മരിച്ചവരെ കരയിപ്പിക്കുന്ന മക്കളാക്കല്ലേ തമ്പുരാനെ, മരിച്ചവരെ കരയിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഈ സദസ്സ് നീ അതിനൊരു സബബാക്കണേ റഹ്മാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വയല് കൊള്ളാവോ കൊള്ളത്തില്ല അത് നിങ്ങളുടെ ഇഷ്ടമില്ല, എനിക്ക് വയല് പറയാനൊന്നും അറിയില്ല, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോ. കൊള്ളാവോ ഇല്ലേ, വയല് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ആരെങ്കിലൊക്കെ ചോദിക്കും, ഈ ഉസ്താദന്മാർ എന്നും മരണവും നരകവും ഖബറും സ്വർഗവും പിന്നെ പിഴിയൽ, ഇതേ ഉള്ളൂ. പോയിട്ട് എന്ത് കിട്ടി? വയലിന് പോയിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കുമ്പോ തിരിച്ചു പറയാൻ ഒരേ ഒരു മറുപടി, ഇന്ന് വെള്ളിയാഴ്ച രാവാ, പിരിയുമ്പോ ഒരു ദിക്റ് പറഞ്ഞിട്ട് പിരിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വയല് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു 4 വരിയുള്ള സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഓതാ മനസ്സുണ്ടെങ്കിൽ ഓത്. നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം നിന്റെ 50 വർഷത്തെ പാപം അള്ളാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഒരു 4-5 വരിയുള്ള ചെറിയൊരു സൂറത്ത്. ആ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാ കിട്ടുന്ന പ്രതിഫലം 50 കൊല്ലത്തെ പാപം അള്ളാഹു പുറത്തരുമാറാകട്ടെ. 50 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കപ്പാ, കാണാനുള്ള അതിനുണ്ടാ. അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും 50 ആയിട്ടില്ല. അപ്പൊ നമ്മക്കൊക്കെ ഇനി കടവാ, ഈ സൂറത്ത് ഓതി നമുക്ക് ഇനിയും കടാ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കൊക്കെ ആ സൂറത്ത് ഓതി ദുആ ചെയ്തിട്ട് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന വിഷയം, ഈ കാണുന്ന ചിരിയൊന്നും വിഷയത്തിൽ തുടങ്ങിയാൽ കാണൂല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ടെന്നല്ല, ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. കാരണം ഇതങ്ങനെ കരയാതെ ഒരു മനുഷ്യനും പ്രവാചകന്റെ വഫാത്ത് പറയാൻ കഴിയില്ല, നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പൊ എന്താവുന്നൊന്നും എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ് കുറച്ചൊരു മണിക്കൂർ കുറച്ച് നല്ലത് പറയാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതപ്പൊ എല്ലാരും അവിടെ നിൽക്കണേ, സംഘാടകരാ, കഴുത്തിലൊരു കിതാബും തൂക്കിയിട്ടിട്ടുണ്ട്. ഇരിക്കു ചങ്ങായിമാരെ, നിങ്ങളാ അത് കേൾക്കണ്ടേ. ഇത് നാഷണൽ ഹൈവേ ഒന്നല്ലല്ലോ നിയന്ത്രിക്കാൻ. സംഘാടകർ വയൽ നടത്തിയിട്ട് അവരോട് ചോദിച്ചാൽ പറയും, വയൽ നമ്മൾ കേട്ടില്ല, നമ്മൾ തിരക്കിലായിരുന്നില്ലേ, പിന്നെ ആർക്ക് വേണ്ടി ഇത് വെച്ചിരിക്കണേ? വയല് കേൾക്കേണ്ടത് സംഘാടകരാ, ആദ്യം നന്നാകേണ്ടത് നമ്മൾ നന്നായിട്ടാണ് മറ്റുള്ളവരെ നന്നാക്കാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വയല് കേൾക്കുമ്പോൾ പള്ളിയിലെ ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുന്ന പോലെ കള്ളുകുടിയും, ഉസ്താദന്മാര് വയല് പറയുമ്പോൾ വെള്ളിയാഴ്ച ജുമാ പ്രസംഗത്തിനൊരു പരിധിയുണ്ട്. പക്ഷേ വയലെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. കള്ളുകുടിയും പെണ്ണുപിടിയും വ്യഭിചാരവും പലിശയും സിനിമ കാണലും ഒളിച്ചോട്ടം ഇതൊക്കെ ഇങ്ങനെ പറയും. അത് വയലിന്റെ ഒരു ശൈലിയാ. പക്ഷെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ല, ഇയാൾ എന്തേടാ, ഞങ്ങളൊക്കെ മോശക്കാര്, ഞങ്ങളെ നന്നാക്കാൻ വന്ന ആള് ഇതാരോ ഇപ്പൊ തെറ്റിദ്ധരിച്ചിട്ട് വയല് പറയാം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ സഹോദരിമാരോട് ആദ്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ആരെയും നന്നാക്കാനല്ല ഞാൻ വയല് പറയണത്. നിങ്ങൾ ആരെയും നന്നാക്കാനല്ല ഞാൻ വയല് പറയണത്. ഞാൻ വയല് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ഒരാമയും പറ, മനുഷ്യന്മാരെ രക്ഷപ്പെട്ടു പോട്ടെ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ വസ്ത്രം കഴുകുമ്പോൾ ആദ്യം വെളുക്കുന്നത് കഴുകുന്നവന്റെ കൈയാണോ വസ്ത്രമാണോ? എന്താ വെളുക്ക? കളക്ക മരക്കള കഴിയിട്ടില്ല. ഒരു മനുഷ്യൻ വസ്ത്രം കഴുകുമ്പോൾ ആദ്യം വെളുക്കണ എന്താ? കഴുകുന്നവന്റെ കൈ, ഇല്ലേ? അപ്പൊ ഞാൻ വയല് പറയണത് എന്റെ ഹൃദയം വെളുക്കാൻ അള്ളാഹു വെളുപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളുപ്പിക്കണമെന്ന് തോന്നിയാ കൂടെ അത്രേ ഉള്ളൂ. തോന്നിയാ ചെയ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം മക്ക നബിദിനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളോട് എപ്പോഴും പറയാറുണ്ട്, പെണ്ണുങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്, മരണവേദനയുടെ വേദനയെന്ന് എന്താണ് ഞാൻ എൻ്റെ മക്കളെ പ്രസവിച്ചത്. എല്ലാവരും പറയാറുണ്ട്, മാതാപിതാക്കൾ പറയാറുണ്ട്, ഉമ്മ പറയാറുണ്ട്, മരണവേദനയുടെ വേദനയെന്ന് എന്താണ് തൻ്റെ മക്കളെ പ്രസവിച്ചത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മഹാനായ ഒരു കവി പറഞ്ഞ ഒരു ബൈത്ത് കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. എന്തേ കവി പറഞ്ഞത്? അന്തല്ലദീ വലദതു ഉമ്മുക ബാകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ
ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, മരണവേദനയുടെ വേദനയും എന്താണ് പൊന്നുമോനെ ഞാൻ നിന്നെ പ്രസവിച്ചതെന്ന് നമ്മുടെ ഉമ്മ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഉമ്മ വല്ലാതെ വേദനകൾ സഹിച്ചിട്ടാണ് നമ്മളെ പ്രസവിച്ചത്. പക്ഷേ എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും അല്ലാഹുവേ, തൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉമ്മയുടെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രസവിച്ച കുഞ്ഞിന് എത്ര വേദന സഹിച്ച് കരഞ്ഞുകൊണ്ട് പ്രസവിച്ച തള്ളയാണെങ്കിലും തന്റെ കുഞ്ഞിനാദ്യമായിട്ട് കാണുന്ന സമയത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടന്ന നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, വാപ്പയും പടച്ചവനെ നേഴ്സ് കൊണ്ട് വന്നിട്ട് ഇതാണ് നിങ്ങളുടെ പൊന്നുമകൻ, നിങ്ങളുടെ പൊന്നുമോള്, വാപ്പയുടെ മുന്നിലേക്ക് കുഞ്ഞിനെ കൊണ്ട് കാണിക്കുമ്പോഴും വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ച സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞ സമയത്ത് പെറ്റ തള്ള പോലും നമ്മളോട് കരുണ കാണിച്ചില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മ നമുക്ക് പാല് തരുമ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഉമ്മ പാല് തന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വാസി വേണം പൊന്നുമോരെ, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പകരം വീട്ടണം. എങ്ങനെ പകരം വീട്ടണമെന്നറിയുമോ? വജ്ഹദിൽ ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. പൊന്നുമോനെ, വെള്ളത്തുണിയിൽ പുതച്ച് നിന്റെ വീടിനകത്ത് നിന്റെ മയ്യത്ത് കിടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്ന് വാപ്പ കരയും പൊന്നുമോനെ, നിന്റെ ഉമ്മ കരയും പൊന്നുമോനെ, നിന്റെ കൂടപ്പിറപ്പ് കരയും പൊന്നുമോനെ. എല്ലാവരും നിന്റെ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ആ കരയുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണേ എന്ന് മഹാന്മാരായ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയമുള്ളവരെ, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് മടങ്ങി വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ജിബ്രീൽ എന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ അല്ലാഹുവേ ഒരു അധ്യായം ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് അങ്ങോട്ട് ഓതി കൊടുത്തിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. റസൂലുള്ളാഹിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ താരതാരയായി ഒലിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്തായിരുന്നു പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിനുള്ള ഒന്നാമത്തെ അടയാളം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് എന്റെ പ്രിയമുള്ളവരെ അറിയുന്ന ഒന്നാമത്തെ അടയാളം ഈ സൂറത്തായിരുന്നു. ജിബ്രീൽ വന്നിട്ട് ഓതിക്കൊടുക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നബിയേ തയ്യാറെടുക്ക്, നബിയേ തയ്യാറെടുത്തോ, നബിയേ അല്ലാഹുവിലേക്ക് അടുക്ക്, നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് ഓതിക്കൊടുക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹ്
والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു, നബിയേ, അല്ലാഹുവിലേക്ക് ഇബാദത്തുകൾ അധികരിപ്പിച്ചു കൊണ്ടടുക്കു നബിയേ, അല്ലാഹുവിലേക്ക് അടുക്കു നബിയേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കു നബിയേ. അങ്ങക്ക് പോകാൻ സമയമായി. ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവനും അതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ദൗത്യം പൂർത്തീകരിക്കാൻ സമയമായി നബിയേ. അതുകൊണ്ട് ഇബാദത്തുകൾ അധികരിപ്പിക്കു നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അതാ ജിബ്രീൽ പറയുന്നു, നബിയേ, ഇസ്തിഗ്ഫാർ അധികമായിട്ട് പറ നബിയേ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകർ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രി തന്റെ വീടിനകത്തിരുന്ന് നിസ്കരിക്കുകയാണ്. കാല് നീര് കെട്ടുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നിസ്കരിക്കുന്നത് കാണുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ പാപമെല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ. അങ്ങയാണല്ലോ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. പിന്നെ എന്തിനാ നബിയേ ഇതുപോലെ കഷ്ടപ്പെട്ട് കിടന്ന് നിസ്കരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് എല്ലാ റമളാൻ മാസത്തിലും ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കടന്നു വരാറുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകന് ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം കടന്നു വന്ന റമളാൻ, ആ റമളാനിൽ 2 പ്രാവശ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഖുർആൻ ഓതി കേൾപ്പിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അതാ ബിലാൽ തങ്ങളെ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബിലാലേ, ബിലാലേ, എനിക്ക് ഹജ്ജിന് പോകണം ആഗ്രഹമുണ്ട് ബിലാൽ. അതുകൊണ്ട് ആരെങ്കിലും ഹജ്ജിന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറെടുക്കാ പറ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹജ്ജിന് പോവുകയാണ്. പോകേണ്ടവരൊക്കെ തയ്യാറെടുക്കാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ 9 ഭാര്യമാരെയും വിളിക്കുകയാണ്. 9 ഭാര്യമാരെയും അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എല്ലാവരും തയ്യാറെടുത്തു, എല്ലാവരും ഹജ്ജിന് പോകാൻ തയ്യാറെടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിനും ഉംറയ്ക്കും പോകേണ്ടത് ഒറ്റയ്ക്കല്ല, കറങ്ങാൻ പോകേണ്ടത് ഒറ്റയ്ക്കല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ റസൂല് എത്ര വലിയ കഠിനമായ യുദ്ധത്തിന് പോയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ഭാര്യയെങ്കിലും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഹജ്ജിനും ഉംറയ്ക്കും പോകേണ്ടത് ഒറ്റയ്ക്കല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിന് പോകാൻ സമയത്ത് 9 ഭാര്യമുണ്ടായിരുന്നു. 9 പേരെയും അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുപോയി. എന്റെ പ്രിയമുള്ളവരെ, കറങ്ങാൻ പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത്.